30 മുക്കോടി ദൈവങ്ങളെ ആരാധിച്ച ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഇന്ന് 50 വർഷങ്ങൾക്ക് മുകളിൽ ഒരൊറ്റ ക്രിസ്ത്യാനി പോലും ഒരൊറ്റ പെന്തക്കോസുകാര് പോലും ഇല്ലാത്ത കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മാർത്താണ്ഡം എന്ന് പറയുന്ന ആ ജാതീയ കുടുംബത്തിൽ നിന്ന് കൃഷ്ണദാസ് എന്ന കൃഷ്ണകുമാർ ഇറങ്ങി തിരിച്ചത് അങ്ങനൊരു ദൈവമുണ്ടെന്നും ആ ദൈവം നസ്രേനായ യേശുവാണെന്നും മനസ്സിലാക്കിയത് കൊണ്ടാ. എൻ്റെ പിതാവ് ഒരു മന്ത്രവാദിയായി ജീവിച്ചൊരു മനുഷ്യനാണ്. അതിനൊത്തിരി വിശദീകരണങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞാൻ പോകുന്നില്ല. വ്യക്തിത്വമ്പലമുള്ള ആണുങ്ങളിൽ മൂത്ത മകനായതുകൊണ്ട് കുടുംബത്തിന്റെ എല്ലാ കർമാചാര പ്രവർത്തനങ്ങളും അതിനെ സ്ഥിരമായ നിലയിൽ ചെയ്യേണ്ട എൻ്റെ പിതാവ് 50 വർഷങ്ങൾക്ക് മുമ്പ് താൻ കർത്താവിലേക്ക് ആകർഷിക്കപ്പെട്ടത് വചനം കേട്ടിട്ടല്ല. മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്ത മനുഷ്യനെ ഒരു മാനസിക രോഗം പിടിപെട്ട് ഊളമ്പാറ മെന്റൽ ഹോസ്പിറ്റൽ പരാജയപ്പെട്ട് മാർത്താണ്ഡം തെരുവീതിയിൽ കടവരാന്തിയിൽ കിടന്നുറങ്ങിയ എന്റെ പിതാവിനെ ഒരു സാധുവായ സഞ്ജീവദേശി പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി നീണ്ട 6 മാസം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തോട് ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ആ മനുഷ്യനെ നീ കണ്ടോ? അവനെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാമെങ്കിൽ ഞാൻ കാലഘട്ടത്തിന്റെ അഭിഷക്തനാക്കാം. ആ ദൈവദാസൻ തന്നെ പിടിച്ചു വീട്ടിൽ കൊണ്ടുപോയി. ആ ദേശത്തിലെ പ്രമാണിയായ എൻ്റെ പിതാവ് ഇങ്ങനൊരു ദൈവദാസന്റെ കീഴിലെത്തിയെന്നറിഞ്ഞപ്പോ അന്ന് പ്രാർത്ഥിക്കുന്ന പാവങ്ങളായ കുറച്ച് അമ്മച്ചിമാർ ഒരുമിച്ച് കൂടി. അവർക്കറിയാം കൃഷ്ണകുമാർ വിടുവിക്കപ്പെട്ട ദേശം ഇളകും. അവർ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞു, മാസം 3 മാസം 4 മാസം 5 6ാമത്തെ മാസത്തിലേക്ക് എത്തുന്നു. എൻ്റെ പിതാവിന് സൗഖ്യമില്ല. കൂടിയിരുന്ന് പ്രാർത്ഥിച്ചൊരു പറഞ്ഞു, ഞങ്ങൾ പോവുക, ഗുഡ് ബൈ. ദൈവദാസന് തോന്നിയതാകാം ഇദ്ദേഹത്തിന് സൗഖ്യം കിട്ടുമെന്ന്. ആ ദൈവദാസൻ പറഞ്ഞു, നിങ്ങൾ പോകുന്നേ പൊയ്ക്കോ, കർത്താവ് എന്നോടാ പറഞ്ഞു. മറ്റൊരാളിൽ നിന്ന് ദൈവശബ്ദം കേൾക്കുന്നതിനേക്കാൾ നേരിട്ട് ദൈവശബ്ദം കേട്ടാൽ നീ പാറ പോലെ ഉറയ്ക്കും. ഇന്നേക്ക് 20 വർഷത്തിന് മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നപ്പോ എൻ്റെ പിതാവ് ഞാൻ മുറ്റത്ത് നിൽപ്പുണ്ട്, എൻ്റെ മാതാവ് മുറ്റത്ത് നിൽപ്പുണ്ട്, എൻ്റെ മാതാവ് കരയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് പോകുക. അങ്ങനെയുള്ള വിഷയങ്ങൾ ജീവിതത്തിൽ വന്നു. എൻ്റെ പിതാവ് പറഞ്ഞു, പൊയ്ക്കോടാ, പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ, പക്ഷെ നീ എവിടെ പോയാലും ഒരു സുവിശേഷകനായി മടങ്ങി വരും. പുച്ഛിച്ച് 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 എൻ്റെ പിതാവിന് നേരെ തിരിഞ്ഞ് ഞാൻ പറഞ്ഞു, ഒരു സുവിശേഷകനായി ഞാൻ മടങ്ങി വരത്തില്ലെന്ന്. പക്ഷെ ഗുജറാത്തിലും ബോംബെയിലും 2001 മുതൽ 4 വരെ കൊണ്ടിട്ട് എന്നെ കറക്കിച്ചിട്ട് എൻ്റെ കർത്താവ് ഞാൻ വെറുത്ത പുസ്തകത്തെ എൻ്റെ മാറോട് ചേർത്ത് പിടിക്കാൻ ഞാൻ വെറുത്ത യേശുവിനെ ഇവിടെ ഇരിക്കുമ്പോ പഴയതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക മക്കളെ. നിനക്ക് സ്തുതിക്കാൻ ഒത്തിരി വകയുണ്ട്. എൻ്റെ പിതാവിൻ്റെ ശുശ്രൂഷ ഒത്തിരി ഞാൻ തകർത്തവനാ. ഒരുപാട് വിരൽ ചൂണ്ടലുകൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാ. പക്ഷേ 8 വർഷങ്ങൾക്ക് മുമ്പ് മരിക്കുന്നതിന് മുൻപ് ഒരേ സ്റ്റേജിൽ നിർത്തി ദൈവത്തെ ഉയർത്താൻ, ഒരേ രാജ്യത്തിലെ യേശുവിനെ ഉയർത്താൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ചെറിയ വീടാ ആ ദൈവദാസന്റെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രാർത്ഥന നടക്കുക. എൻ്റെ പിതാവ് ആ മുറിയുടെ ഏറ്റവും പുറകിൽ ചാരിയിരിക്കുമ്പോൾ താനൊരു വലിയ പ്രകാശഗോളം തൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി. അതിനകത്ത് 2 മരങ്ങൾ ക്രോസായി അടിച്ചിരിക്കുന്ന പിതാവിന് അറിയത്തില്ല അത് ക്രൂശാണെന്ന്. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു, യേശുവാണെന്നറിയില്ല. ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ തലയിൽ നിന്നൊരു തുള്ളി രക്തം എൻ്റെ പിതാവിനെ ലക്ഷ്യമാക്കി വരികയാണ്. എൻ്റെ പിതാവിൻ്റെ ഉച്ചിക്ക ഒരു തുള്ളി രക്തം വീണു. അലറി കരഞ്ഞു, ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ സൗഖ്യമായി. ഉളമ്പാറ മെന്റൽ ഹോസ്പിറ്റൽ കൈവിട്ട എൻ്റെ പിതാവിനെ ഹാബേന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം എന്റെ പിതാവിനെ സൗഖ്യമാക്കിയെങ്കിൽ ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ശരീരങ്ങളിലേക്ക് യേശുവിന്റെ ജീവൻ വ്യാപരിക്കപ്പെടുകയാ. സ്നേഹിത, നീ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. നീ ഇരിക്കുന്ന വീട്ടിലിരുന്നുകൊണ്ട് നിന്റെ രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ച് ആത്മാവിനൊന്ന് കൽപ്പിച്ചു നോക്ക്. സൗഖ്യം ഇപ്പോൾ നടക്കും.